ഇതുപോലെ വരില്ല. ഫുള്ള് സീറോ ആയിട്ടാണ് ഉണ്ടാവുക. ഒച്ച വന്ന ടിക്കുന്നു വന്നുള്ള സൗണ്ട് സൗണ്ട് ഇത് പോയാലും വരില്ല. ഓക്കെ. അപ്പൊ നമ്മൾ എങ്ങനെ നമ്മള് റേറ്റ് വാങ്ങുന്നത്? BMC ബോർഡ് വാങ്ങുന്നത് 2000 രൂപ അല്ലേ? 2000. അത് പുതിയൊരു 4000 4500 റേറ്റ് വരുന്നുണ്ട്. ഇത് 2000 രൂപയാണ്. ഇത് വിപണിയില് മറ്റേ ആദ്യം പറയണം, ഡിമാൻഡുള്ള സാധനമാണ്, പെട്ടെന്ന് കിട്ടുന്ന സാധനമല്ല. പിന്നെ ഇത് പോയാലും ചില BMC ബോർഡ് പോയാൽ ചാർജ് കയറില്ല, വണ്ടി ഓടും. ചില BMC ബോർഡ് പോയിക്കാണെങ്കിൽ ചാർജ് കയറും, വണ്ടി ഓടില്ല. പല കംപ്ലൈന്റ് ആണ് ഇതിനുണ്ടാകുക. ചിലത് വണ്ടി ഓടും, ചാർജ് കയറില്ല. ചിലത് ചാർജ് കയറും, വണ്ടി ഓടില്ല. അങ്ങനെയാണ് ഇതിനുള്ള കംപ്ലൈന്റ്. നമ്മൾ ഈ ചാർജിന്റെ ഫ്ലഗ് കുത്തിയിട്ട് വരുന്നത് ഈ വയറാണ്. ഈ പുറത്തുനിന്ന് ഇത് നേരെ പോയിന്റ് റിലേക്കാണ് വരുന്നത്. റിലേ മുഖാന്തരാണ് ചാർജ് കയറുന്നത്, നമ്മുടെ ബാറ്ററിയിലേക്ക് കയറുന്നത്. അല്ലാതെ നേരിട്ട് ഒരിക്കലും കയറില്ല. ഈ റിലേക്ക് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ചാർജ് കയറില്ല. അവിടെ ഒരു ചുറ്റികന്റെ ചിഹ്നം വരും, ഇവിടെ ചുറ്റികന്റെ ചിഹ്നം വരും, പിന്നെ ഒരു കോമന്റെ ചിഹ്നം വരും. ഇത് പോയി കാണെങ്കിൽ ഈ രണ്ട് ചിഹ്നം ഒപ്പരം വരും, അതായത് കണക്ടിങ് ആ ഒരു ചിഹ്നം വരും. അങ്ങനെയാണ് ചാർജിങ് നടക്കൂല. അപ്പൊ അങ്ങനെ ചിഹ്നം വരികയാണെങ്കിൽ ഈ റിലേ പോയതാണ്. അല്ല, റിലേ പോയാലും വരും. പിന്നെ ഈ കണക്ഷൻ, അതായത് ഇവിടെ പോസിറ്റീവിന്റെ കണക്ഷൻ കൂടെ വരും. ഇതിൽ ഏതെങ്കിലും ഒരു സെൻസറിന്റെ കണക്ഷൻ പോയാലും ആ ചിഹ്നം അവിടെ വരും, നമ്മൾ ചാർജ് ചെയ്യുന്ന. ഓക്കെ. പിന്നെ നമുക്ക് ചോദിക്കാനുള്ളത്, ഈ അതേമാതിരി നമ്മളില്ലേ ഈ വണ്ടി സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ വയറ് ഊരി നമ്മൾ ഒന്ന് റീസെറ്റ് ചെയ്യും. അപ്പോ ഇതുകൊണ്ട് എന്താണ് ശരിക്കും പ്രവർത്തനം നടക്കുന്നത്? ഇത് റീസെറ്റ് ചെയ്യാൻ ഫീസ് ഊരിയാലും മതി. അതായത് അവിടുന്ന് ഇങ്ങോട്ട് മേലെന്ന് ഇങ്ങോട്ട് മൂന്നാമത്തെ ഫീസ്, അത് ഊരേണ്ട ആവശ്യം. ഇത് ബുദ്ധിമുട്ടായി മാറും. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മൂന്നാമത്തെ ഫീസ് അത് വേറെ കാട്ടിത്തരാം. ഇതിപ്പോ 128 ഇതിപ്പോ ഓഫാക്കി. ഇത് ഇനിയിപ്പോ റീസ്റ്റാർട്ട് ചെയ്യുമ്പോ ചിലത് 19 വരിക റീസ്റ്റാർട്ട് ചെയ്താല്. പക്ഷെ ഈ 19 വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ചാർജ് അതിലുണ്ടാവും, ചാർജ് എവിടെയും പോകുന്നില്ല. ഈ 19 കിലോമീറ്റർ ഓടിയിട്ട് പിന്നെ ഇതുപോലെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം, അപ്പോഴേ ബാക്കിയുള്ള കിലോമീറ്റർ കിട്ടുള്ളൂ. ഉദാഹരണത്തിന് നിങ്ങളുടെ വണ്ടി ഒരു 70 കിലോമീറ്റർ മൈലേജ് ഉള്ള വണ്ടിയാണ്, ഉദാഹരണം പറയാണ്, 130 അപ്പൊ പഴയതാണെങ്കിൽ 70, 80, 50 പലർക്കും പല റേഞ്ചാണല്ലോ. അപ്പൊ നിങ്ങൾ വണ്ടി ഇങ്ങനെ പോകുമ്പോ വണ്ടി പെട്ടെന്ന് സ്റ്റക്കായപ്പോ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോ 19 വരുള്ളൂ. അപ്പൊ ചിലര് മനസ്സിൽ ഇത് 80 കിലോമീറ്റർ കിട്ടണമാണല്ലോ, 19 ഇപ്പൊ ഇതിൽ കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾ 80 അതിലുണ്ടാവും. അപ്പൊ നിങ്ങൾ ഒരു 19 ഏകദേശം ഒരു 12-14 കിലോമീറ്റർ ഓടി കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ ഒന്ന് റീസ്റ്റാർട്ട് ആക്കിയാൽ പിന്നെയും 19 വരും. ഓക്കെ. അതായത് 19 എന്നുള്ളത് നമ്മളൊരു 4-5 എത്തുമ്പോ റീസ്റ്റാർട്ട് ചെയ്യുമ്പോ പിന്നെ 19 പിന്നെ അതുപോലെ ഓടിക്കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെയും 19 വരും. പിന്നെ എപ്പോഴാണോ നിങ്ങൾ ചാർജിൽ കുത്തുന്നത് അപ്പോഴാണ് അത് ഫുൾ പറഞ്ഞ മാതിരി ക്ലിയർ ആകുക. ഓക്കെ. അപ്പൊ നമ്മൾ ഈ 19 ഉള്ള സമയത്ത് നമ്മൾ വേഗം പോയി ചാർജിലേക്ക് കുത്തിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് 100 പോകും. നമുക്ക് കിട്ടുന്ന ചാർജ് എവിടെയും പോവില്ല. നമ്മളൊരു ടെൻഷൻ. ഓക്കെ. പിന്നെ നമ്മളെ വണ്ടിക്ക് വയ്ക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഈ പടുതൊക്കെ ഉണ്ടോ? ഇപ്പൊ എങ്ങനെയാണ് ഈ വണ്ടിക്ക് നമ്മള് ഈ പൊളിക്കാൻ വരുമ്പോ ഈ പടുത പിന്നീട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം പറഞ്ഞിട്ടാണെങ്കിൽ ഇത് എന്നോട് പലരും ചോദിക്കലുണ്ട്, അത് ഇവിടെ ഇതൊക്കെ ഊരുമ്പോ എന്തായാലും ഹോൾസ് വലുതാവും. പിന്നെന്ന് പറഞ്ഞാൽ ഇതിന് ആകെ 2500-3000 രൂപ വരുള്ളൂ. ഇത് പണിക്ക് തന്നെ കൊടുക്കണം 1000 രൂപ. പിന്നെ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് എനിക്ക് എന്തെങ്കിലും അതും തരണം. അതിനേക്കാൾ പുതിയത് ഇടാൻ അത് നമുക്ക് കമ്പനി കിട്ടും, കമ്പനി വാങ്ങാൻ പറ്റും. അപ്പൊ നിങ്ങള് കമ്പനിയിൽ നിന്ന് തന്നെ ഈ പൊളിക്കാനുള്ള വണ്ടികൾ നിങ്ങൾ അവിടെ എക്സ്ചേഞ്ചിന് വരുന്നൊക്കെ നിങ്ങൾ എടുക്കല്ലേ? കമ്പനിന്ന് പറഞ്ഞ ഫുള്ള് ഞാൻ തന്നെ എടുക്കാം. കമ്പനിന്ന് പറഞ്ഞു ഇവിടെ നേരിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നമ്മള് ഒരു വണ്ടി നിങ്ങൾക്ക് പൊളിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ എടുക്കും. അത് സ്കൂട്ടറായാലും ശരി, കാറായാലും ശരി, ഇലക്ട്രിക്കിന്റെ എല്ലാ വണ്ടികളും ഞാൻ എടുക്കും. ഓക്കെ.
പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോ നിങ്ങളെ വണ്ടിന്റെ ബാറ്ററി മാറ്റി തന്നെ ആ ബാറ്ററി ഞാൻ എടുക്കും. നിങ്ങൾ ആക്രിക്കട കൊണ്ടുപോയാൽ ഒന്നും കിട്ടൂല. ശരിയാണ്, നമുക്കറിയാം. ആക്രിക്കട കൊണ്ടുപോയാൽ ഈ ബാറ്ററിക്ക് ഒന്നും കിട്ടൂല. പക്ഷെ അത് ഞങ്ങൾ ചാർജിനനുസരിച്ച് പൈസ തരും. പക്ഷെ സ്കൂട്ടറിന് എടുക്കൂല കേട്ടോ, ഓട്ടോറിക്ഷ കാറുണ്ട്. ഓട്ടോറിക്ഷക്കാർ. അപ്പൊ അതേമാതിരി ഇപ്പൊ നിലവിൽ നമ്മൾ ഇവിടെ ഇഷ്ടംപോലെ എന്തെങ്കിലും മഹീന്ദ്രകൾ തന്നെയാണല്ലോ. വേറെ വണ്ടികൾ ഓട്ടോറിക്ഷന്റേതായിട്ട് ഇപ്പൊ നിലവിൽ എന്തെങ്കിലും, അതായത് ബജാജിന്റെ ഒക്കെ ഒന്നും എടുക്കില്ല ഇപ്പൊ നിലവിലായിട്ട്? നിലവിൽ ഞാൻ ഈ മഹീന്ദ്രന്റെ മാത്രമേ എടുക്കുള്ളൂ. മഹീന്ദ്ര ഉഡോ അല്ലാത്ത മോഡലുകളൊക്കെ അത് എന്തുകൊണ്ടാണ് ഇവിടെ എടുക്കും? എല്ലാം മഹീന്ദ്രനല്ല ഉഡോ ഇനി വരികയാണെങ്കിൽ എടുക്കും. അതെന്താന്ന് വെച്ചാല് ഞങ്ങളെ ജില്ലയിൽ കൂടുതലുള്ള മഹീന്ദ്രന്റെ വണ്ടികളാണ്. മറ്റുള്ള വണ്ടികൾ മോശം ഞാൻ പറയില്ല. ഇവിടെ ഞങ്ങളെ ജില്ലയിലുള്ളത് കൂടുതൽ മഹീന്ദ്രന്റെ വണ്ടിയാണ്. അപ്പൊ ഞങ്ങൾക്ക് സ്പെയർ പാർട്സിന് ആള് വരണം. കുറഞ്ഞ വണ്ടിയിലെ സ്പെയർ പാർട്സിന്റെ കാര്യം ഞാൻ എടുത്തിട്ടിട്ട് എനിക്ക് ആള് വരൂല. അപ്പൊ അതെല്ലാം കൊണ്ടാണ്. ഇതാവുമ്പോ നിലവിൽ ഒരുപാട് വണ്ടികളുള്ളതുകൊണ്ട് അത് മാത്രല്ല ഇവിടെ മറ്റുള്ള ജില്ലകളിൽ നിന്നും വരുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങിയ ഒരു വണ്ടി മഹീന്ദ്രയാണ് തുടക്കത്തിൽ. അവര് തന്നെ ഇപ്പോ ഞാന് എന്നോട് ചോദിക്കലുണ്ട് ഇങ്ങനെ ഇറ്റോന്റെ വണ്ടി ചെയ്യലുണ്ട്, ആപ്പന്റെ വണ്ടി. പക്ഷെ ഇല്ല ഇവിടെ ഇല്ലാതെ ഞങ്ങൾ സ്പെയർ എടുത്തിട്ട് ഒരു വണ്ടി വാങ്ങിച്ചിട്ട് എന്താ കാര്യം? ശരിയാണ്. ഒരു സ്പെയറിന് വണ്ടി എടുക്കാന്ന് പറഞ്ഞാല് മറ്റുള്ള വണ്ടി ഉണ്ടായിരുന്നില്ല. 35,000 40,000 രൂപ സ്പെയറിന് എടുക്കുന്ന വണ്ടി. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പൊളിക്കും. ഡീസൽ വണ്ടി 12,000 രൂപയാണ് പൊളിക്കാൻ കിട്ടുന്നത്. പെട്രോൾ വണ്ടി ആണെങ്കിൽ 10,000 കിട്ടുള്ളൂ. ഇത് 30,000 രൂപ 40,000 രൂപ ഒക്കെ പൊളിക്കാൻ എടുക്കണത്. ഇത് പൈസ ആയി കിട്ടണോ? ശരിയാണ്. പോകാത്ത വണ്ടിന്റെ സ്പെയർ വാങ്ങി ഇവിടെ കൊണ്ടുവച്ചിട്ട് അത് ഞങ്ങൾക്ക് പൈസ ആവൂല. അതുകൊണ്ടാണ്. പിന്നെ നമ്മള് വണ്ടിയുടെ ജസ്റ്റ് നമ്മള് പാർട്സിന്റെ കാര്യങ്ങൾ പറയുമ്പോ നമ്മളെങ്ങനെ ഈ മറുകാടിന് എങ്ങനെ? മറുകാട് 1000 രൂപയാണ്. ഈ ഫീസ് 3000 രൂപ. ഈ ഫീസ് ഹെഡ്ലൈറ്റോട് കൂടി 3000 രൂപ. അതായത് ഇവിടെ നിങ്ങട്ട് താഴോട് ഫുൾ ഭാഗം 3000 രൂപ. ഇത് നമ്മളെ ഫിറ്റ് ചെയ്യാൻ കുറച്ച് റിസ്ക് ഉണ്ടല്ലോ. നമ്മളെ ഈ ഹാൻഡിലൊക്കെ അയക്കണ്ടേ? അപ്പൊ ഇത് നിങ്ങൾ ഇവിടെ കുടുക്കി കൊടുക്കല്ലോ? അല്ല, ഞങ്ങൾ ഇവിടെ കഴിച്ചു കൊടുക്കുള്ളൂ. അത് നിങ്ങൾക്ക് ഈ ബോഡി കട കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യുന്നതാണ് അല്ലേ? ഓക്കെ. പിന്നെ ഇതിന്റെ ഈ മുകൾ ഭാഗം ഉള്ളത് ഇങ്ങനെ നീല ഫ്രെയിം ഗ്ലാസ് അടക്കം വൈപ്പർ ഉണ്ടാവില്ല. 3000 രൂപ. ഈ രണ്ട് ഇൻഡിക്കേറ്റർ അടക്കം 3000. ഗ്ലാസ് ഒറിജിനൽ ഗ്ലാസ്. അത് ഡ്യൂപ്ലിക്കേറ്റ് ഗ്ലാസ് ആണെങ്കിൽ ചിലര് ഗ്ലാസ് പൊട്ടിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഇടും. അങ്ങനെയാണെങ്കിൽ 1500 രൂപ വരും. ഈ മഹീന്ദ്രൻ എംബ്ലോ ഉള്ളതാണെങ്കിൽ 3500 രൂപ. മഹീന്ദ്രൻ എംബ്ലോ ഉള്ളതാണെങ്കിൽ. അതായത് നമ്മൾ ഈ ഉപയോഗിച്ച ആള് പിന്നെ പോലുള്ള ആളുകൾ അത് ഗ്ലാസ് പൊട്ടിയിട്ടാണെങ്കിൽ ഏതെങ്കിലും വില കുറഞ്ഞ ഗ്ലാസ് ഇട്ടാ ആ ഗ്ലാസ് ആണെങ്കിൽ അതിന് 1500. ഇത് ഒറിജിനൽ ആയതുകൊണ്ട്. ഓക്കെ. പിന്നെ നമ്മളെ വൈപ്പറിനൊക്കെ എങ്ങനെയാണ്? നിങ്ങൾ 800 രൂപ സെറ്റ് എടുക്കും. മോട്ടർ ആണെങ്കിൽ 800 രൂപ അല്ലേ? ഇവിടുന്ന് വർക്ക് ചെയ്യിച്ച് വർക്ക് ചെയ്യിപ്പിച്ചിട്ട്. അതുപോലെ വീല് 500 രൂപ. ഡ്രം അടക്കം 500 രൂപ. അത് നമ്മള് ബാക്കില് അതെ 3 വീലായാലും ശരി 500 രൂപ. ഡ്രം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇരുപൂടി കൊടുക്കാം. 10-200 രൂപ അവിടെ കിട്ടും. ഞങ്ങൾ ഇവിടുന്ന് ഡ്രം അടക്കാം. അതേമാതിരി ലൈനർ ഒക്കെ ഉണ്ടാവല്ലേ? അതെ, ലൈനർ മൊത്തം അല്ല. ഇത് വീല് ലൈനർ വേറെ ഇതിനുള്ളിലാ വരിക. അതിനുള്ളിലാ വരിക. ഫോർക്കിന്റെ ഉള്ളിലാ. ഫോർക്ക് മറ്റേനുള്ളിലും വരും. ഇങ്ങനെ ഫോർക്ക് കൊടുക്കുമ്പോഴാണ്. ഇത് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കാൻ 2500 രൂപ. അതിൽ അബ് ഉണ്ടാവും, പിന്നെ ലൈനർ ഉണ്ടാവും, പിന്നെ അതിന്റെ ഫുൾ സെറ്റ്, ഈ സ്പ്രിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പുതിയതാ വാങ്ങുകയാണെങ്കിൽ നല്ല എമൗണ്ട് വരും. ഇത് പറഞ്ഞാൽ വണ്ടി ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ആദ്യം അടി വരലതിനാ, ഫോർക്കിനാ. വണ്ടി ചെറിയ തോതിൽ ആക്സിഡന്റ് ആവണ്ട, ഒന്ന് പോസ്റ്റിലോട്ട് പോയി കുത്തുവേ, വേറെ വണ്ടിയിലൂടെ